ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മൈൻഡ് സ്ഫിയർ SMBയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്നൊരു എൻചാൻറ്റിങ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ കുറച്ചധികം ബിൽഡുകൾ ഓഫ് ക്യാമറയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരണം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ടീമിലെ പുതിയൊരു മെമ്പർ കൂടി വന്നിരിക്കുകയാണ്. പുതിയ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരാളൂടെ വന്നിരിക്കുന്നു. അപ്പം അതും കാണിച്ചു തരാം. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളെ ബേസിൽ ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ നെതർ പോർട്ടൽ ബിൽഡ് ചെയ്തിരുന്നു. അത് മാത്രമാണ് നിങ്ങളെ കാണിച്ചു തന്നത്. പിന്നെ ഞാൻ ആ നെതർ പോർട്ടൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു, സെറ്റാക്കി, അടിപൊളിയാക്കി. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ ബേസ്, നമ്മുടെ വീട്. ഓക്കെ, ഇതാരാണെന്നുണ്ടോ? ഹലോ ഹലോ, അടിച്ചു പോയാടേ. അപ്പോൾ ഈ ക്ലൗൺ ഗെയിമിംഗ് ആണ് നമ്മളുടെ കൂടെ ടീമായിട്ട് കളിക്കുന്നത്. ക്ലൗണിൻ്റെ മൈക്കിന് എന്തോ സംഭവിച്ചു ഗൈസ്. ഓക്കെ, ഇഷ്യൂ ഇല്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് നമ്മളുടെ വീട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മുകളിലത്തെ നിലയിൽ. ഓക്കെ, ഇനി താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ സ്മെൽറ്റിംഗ് ഏരിയ പ്ലസ് സ്റ്റോറേജ് ഏരിയ ഇവിടെ സെറ്റാണ്. അത്രയേ ഉള്ളൂ. വെയിറ്റ് ഇപ്പോൾ ഓണാക്കാമെന്ന്. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ ഇവിടെ നമ്മൾ പശുക്കളെ ഇട്ടിട്ടുണ്ട്. പശുക്കളെ വളർത്തുന്നൊരു സെറ്റപ്പാണ്. ഓക്കെ 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 പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ കൗ ക്രഷർ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതും സെറ്റാണ്. ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇവിടെ ഇരുന്ന് ഫുൾ ഗ്രൈൻഡിങ് ആയിരുന്നു. ഇതിനെയൊക്കെ ഇങ്ങനെ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ താഴെ പെട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇഷ്ടംപോലെ ലെതറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എൻചാൻറ്റിങ് സ്റ്റേഷൻ്റെ ബിൽഡ് ചെയ്യാനുള്ള ബുക്ക് ഷെൽഫൊക്കെ ഇവിടെ നിന്ന് കിട്ടും എന്നാണ് തോന്നുന്നത്. ക്ലൗൺ ലെഫ്റ്റായോ? ഓക്കെ, ഇവിടെ പിന്നെ ഒരു ചെറുതല്ല, അല്പം വലുതായിട്ടുള്ള ഒരു ഷുഗർ കെയിൻ ഫാം, മാനുവൽ ഷുഗർ കെയിൻ ഫാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്ന് നമുക്ക് ഒരു സ്പോണർ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതും കൂടെ കാണിച്ചു തരാം. അവൻ വരട്ടെ, ക്ലൗൺ വരട്ടെ, പയ്യെ വരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങാം. ഓക്കെ, ക്ലൗണേ ഹലോ. ഇപ്പോൾ കേൾക്കുന്നുണ്ട്. നീ വാ, മൈനിങ് ഏരിയയിലോട്ട് വാ, കേവിലോട്ട് വാ. അവൻ പിറകെ വന്നോളൂ ഗൈസ്. അപ്പം അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ ഓഫ് ക്യാമറയിൽ നമ്മൾ ഈ ഒരു സ്പോണർ സെറ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം നമുക്ക് സ്പൈഡർ സ്പോണർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി കൂടെ താഴെയാണ്, അങ്ങോട്ട് പോകാൻ വയ്യ. അത് ഇച്ചിരി പണിപ്പെട്ട സ്ഥലത്താണ് ആ സ്പോണർ ഇരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അതിലും കിടിലുമായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സ്കെൽറ്റൺ സ്പോണർ ഗൈസ്. അപ്പം ഇവിടെ സ്കെൽറ്റൺ സ്പോണർ കിട്ടിയിട്ടുണ്ട്. അപ്പം യെസ്, അപ്പോൾ ഇവിടെ എക്സ്പിയും ബോൺസും ഒക്കെ നമുക്ക് കിട്ടും. സെറ്റാണ്. ഒരു എഫിഷ്യൻറ്റ് ഫാമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളങ്ങ് ഇതങ്ങ് ഫാമാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മളിത് സെറ്റാക്കും. ഇല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് സെറ്റാക്കും. ഇല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ സെറ്റാക്കും. അപ്പോൾ ക്ലൗണിൻ്റെ വീഡിയോ ഒക്കെ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. ഇല്ലേ ക്ലൗണേ? വരുമായിരിക്കും. ഓക്കെ, കമോൺ. അപ്പോൾ നമുക്കിനി നേരെ നമ്മളുടെ എൻചാൻറ്റിങ് സ്റ്റേഷൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഞാനങ്ങനെ ഒരു എൻചാൻറ്റിങ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മളെ ക്ലൗൺ ബുക്ക് ഷെൽഫും ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? ഇനി ഇത് എവിടെ വെക്കണം അതാണ് ഞാൻ നോക്കുന്നത് സുഹൃത്തുക്കളെ. എവിടെ വയ്ക്കും? അവിടെയോ? ഓക്കേ, അതങ്ങ് മൂടിയരാ. ഇതാണോടാ നിന്റെ ചെറിയ കുഴി? ഗൈസ്, അവൻ്റെ ചെറിയ കുഴി നിങ്ങൾ കണ്ടോ? ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ആദ്യമേ ഈ ഒരു എൻചാൻറ്റിങ് ടേബിൾ ഇവിടെ വെച്ചേക്കാം. ഇതിനങ്ങ് ചുറ്റിനും കവർ ചെയ്യടാ. എന്നിട്ട് പിന്നെ അത് കുഴി മൂടാൻ പോന്നി. ബുക്ക് ഷെൽഫ് അവൻ്റെ ഇരിക്കേ വയ്ക്കട്ടെ. ഇങ്ങടെ
എടാ ഇതേത് ബുക്ക് ഷെൽഫ്? ഇതെന്താ? ഇവിടെ വേണ്ടേ? ശരി. പിന്നെ എങ്ങനെയായിരുന്നു? ഞാനും മറന്നു ഇവിടെ. കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയും വെക്കാം. ഇനിയും ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ ഉണ്ടോ ഐറ്റം? എന്നാ വേണം, എടുത്തോണ്ട് വാ. ലാപ്പിസ് ലസൂലി വേണം ഗൈസ്, ലാപ്പിസ് ലസൂലി. നീ കുറച്ചുകൂടെ ക്രാഫ്റ്റ് ചെയ്തോണ്ട് വാ, നമുക്ക് പരിപാടി ഉണ്ട്. വീടും ഈ നെതർ പോർട്ടലും എങ്ങനെ ഉണ്ടെന്ന് റേറ്റ് ചെയ്യുക. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി പറഞ്ഞേക്കുക. ഞാൻ അടുത്ത എപ്പിസോഡ് എന്തൊക്കെ ചെയ്യണമെന്നും കൂടി പറഞ്ഞേക്കുക. എന്താടാ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, പോയി പണിയിടറാ. ഓക്കെ ഗൈസ്, ഞാൻ ഈ വീടും ഈ നെതർ പോർട്ടലും ഒക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇത്രയും ഏരിയ സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് ക്ലൗൺ വന്നത്. ക്ലൗൺ വന്നപ്പോൾ വളരെ താമസിച്ചു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവസാനത്തെ ബുക്ക് ഷെൽഫും കൂടി വെച്ചിരിക്കുകയാണ്. ഇത്ര ആവശ്യമില്ലായിരുന്നു, നമ്മളൊരു എന്തുവാ പറയുന്ന, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. ക്ലൗണേ ഗൈസ്, ക്ലൗൺ വീണ്ടും അടിച്ചു പോയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേറ്റ് ഇപ്പോൾ തട്ടിക്കൂട്ട് ഡെക്കറേഷൻ നടക്കത്തോളം തോന്നുന്നു. സീനില്ല. ആദ്യമേ ഇവിടം വരെ ഒന്ന് പാത്ത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടിയുണ്ട്, അതൊന്ന് ചെയ്തിട്ട് ദാ വരുന്നു. അങ്ങനെ ഫൈനലി നമ്മളുടെ എൻചാൻറ്റിങ് ഏരിയ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ. കിടിലാക്കി. ഈ കുറച്ച് ക്യാമ്പ് ഫയറൊക്കെ വെച്ച് ഒരു ഡെക്കറേഷൻ കൊടുത്തു, കുറച്ച് പുകയൊക്കെ വരുന്ന രീതിയിൽ. അത് ഇച്ചിരി ബോറായോ എന്നൊരു സംശയമുണ്ട്. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും തോന്നില്ല. കണ്ടിട്ട് അത് രണ്ടും അടുത്തടുത്ത് വരണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഒരെണ്ണം അകത്ത് ഒരെണ്ണം പുറത്താണ്, എങ്കിലും അതിനെ നമുക്ക് മാറ്റാം, കുഴപ്പമില്ല, വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി പുകയൊക്കെ കൊടുത്തൊരു, നമ്മളിവിടെ എൻചാൻറ്റിങ് എന്ന് വെച്ചാൽ ഒരു മന്ത്രവാദം പോലത്തെ ഒരു സെറ്റപ്പല്ലേ, അതുകൊണ്ട് ഇച്ചിരി പുകയൊക്കെ പറക്കട്ടെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഒരു സ്വോർഡ് ഒന്ന് എൻചാൻറ്റ് ചെയ്ത് നോക്കാം. ബുക്ക് വേണ്ടി വരുമോ എൻചാൻറ്റ് ചെയ്യാൻ? ബുക്ക് വേണ്ട. ലെവൽ 15 ലെവലുണ്ട്, അതും മതിയാവും. ഓക്കെ, ഇത് വെക്കുന്നതിന് മുമ്പ് ഷാർപ്നെസ് അൺബ്രേക്കിംഗ് 1 എന്തുവാടെ ഇതൊക്കെ? അൺബ്രേക്കിംഗ് 3 ഗൈസ്. പക്ഷെ 30 ലെവൽ വേണം. ലെവൽ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. നമുക്ക് പിക്കാക്സ് വെച്ച് നോക്കാം. പിക്കാക്സ് വയ്ക്കുമ്പോൾ ഫോർച്യൂൺ 3 30 ലെവൽ, അൺബ്രേക്കിംഗ് 1, എഫിഷ്യൻസി 1, അതും പോക്കാണ്. ഓക്കെ, ഫോർച്യൂൺ 3 ഇതിന് വേണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ദിവസം നമ്മുടെ XP ഫാം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഏതാണ് ആദ്യം കിടക്കുന്നത്? അൺബ്രേക്കിംഗ് 1, ഷാർപ്നെസ് 1. അപ്പോൾ ഷാർപ്നെസ് 1ൻ്റെ ഒരു എൻചാൻമെൻറ്റ് വാങ്ങിച്ചിടാം. കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എൻചാൻറ്റർ. ഓക്കെ, നമുക്ക് അഡ്വാൻസ്മെൻറ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം സെറ്റാണ്, നമ്മൾ ചെറിയൊരു എൻചാൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെവലൊക്കെ വേണം, എന്നാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. പിന്നെ വില്ലേജർ ബ്രീഡറൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെയാണ് നമ്മളുടെ വരും പരിപാടികൾ. അപ്പോൾ നമ്മളെ ക്ലൗൺ പോയിട്ടുണ്ട്, നെറ്റ് ഇഷ്യൂ കാരണം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെയുണ്ട്? അപ്പം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്, പറയണം. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കലും ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഒരു ബിൽഡും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തത്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ
നമ്മുടെ ഈ ഒരു എൻചാൻറ്റിങ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ഒരു ബ്രോ സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ബ്രോയുടെ കമൻറ്റ് ഇപ്പോൾ നമ്മൾ സ്ക്രീൻ കാണിക്കുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ, വേറൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോയുടെ മറ്റൊരു ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. ബൈ.